ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഓപ്പൺപൈ എക്സൽ മോഡ്യൂളിൽ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ഒരു വർക്ക് ബുക്കിൽ എത്ര വർക്ക്ഷീറ്റ് ഉണ്ടെന്ന് നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായി ഇവിടെ ഓൾറെഡി നമ്മൾ പാത്ത് സെറ്റ് ചെയ്യണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പാത്ത് സി ഡ്രൈവിൽ ടെസ്റ്റിംഗ് എന്ന ഫോൾഡറിലാണ് പാത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ആദ്യം ഇമ്പോർട്ട് ചെയ്യണം ഓപ്പൺപൈ എക്സൽ. അതിനു മുമ്പായി എൻ്റെ സി ഡ്രൈവിൽ ടെസ്റ്റിംഗ് എന്ന ഫോൾഡറിൽ ഡേറ്റ എന്ന ഷീറ്റിൽ എത്ര വർക്ക്ഷീറ്റ് ഉണ്ടെന്ന് നമുക്ക് നോക്കണം. ആദ്യം 1 2 3. അപ്പോൾ നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ഷീറ്റ് ഉണ്ടെന്ന് നമുക്ക് പൈത്തണിൽ കൂടെ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കോഡ് വഴി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ വർക്ക് ബുക്കിൻ്റെ പേരാണ് ഡേറ്റ. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം ഓപ്പൺപൈ എക്സൽ. ഇത്തവണ നമുക്ക് ഇമ്പോർട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യണം. കാരണം ഇത്തവണ ഇമ്പോർട്ടല്ല ആക്ച്വലി ചെയ്യേണ്ടത്. അതായത് നമുക്ക് വർക്ക് ബുക്ക് വഴിയാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. കാരണം അത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫയൽ ആയതുകൊണ്ട്. ഇപ്പം നമ്മൾ ഇത്ര നേരം ചെയ്തത് മൊത്തവും ഒരു പുതിയ വർക്ക് ബുക്ക് ഉണ്ടാക്കുകയായിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ആയിരിക്കുന്ന വർക്ക് ബുക്കിൻ്റെ കാര്യമാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, അപ്പം എടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ലോഡ് ചെയ്യണം ആദ്യം. സോ അത് എങ്ങനെയാണെന്നാൽ ആദ്യം തന്നെ ഇമ്പോർട്ട് ഫ്രം ഓപ്പൺപൈ എക്സൽ ഇമ്പോർട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ലോഡ് വർക്ക് ബുക്ക് എന്ന് കൊടുക്കുക. അതിനുശേഷം ലോഡ് വർക്ക് ബുക്ക്. ഈ വർക്ക് ബുക്കിൻ്റെ ആ പേര് എന്തായിരുന്നു നമ്മളിവിടെ കൊടുത്തത്? വർക്ക് ബുക്കിൻ്റെ പേര് ഡേറ്റ എന്നായിരുന്നു. അപ്പോൾ ഡേറ്റ ഡോട്ട് എക്സ്റ്റൻഷൻ കൊടുക്കുക XLS. അത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഓൾറെഡി ആ വർക്ക് ബുക്ക് എക്സിസ്റ്റിംഗ് വർക്ക് ബുക്ക് ഇപ്പോൾ ലോഡായിരിക്കുകയാണ്. അപ്പം നമുക്കിനി എങ്ങനെ ലൂപ്പ് ഉപയോഗിച്ച്, അതായത് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് നമുക്ക് കൺസോളിൽ പ്രിൻ്റ് ചെയ്തെടുക്കണം. ഓക്കെ, അതിനായി ഫോർ ലൂപ്പാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനായിട്ട് ഫോർ ഷീറ്റ് നമ്മൾ ഷീറ്റിൻ്റെ കാര്യം ആയതുകൊണ്ട് അത് ഏത് വേണമെങ്കിൽ കൊടുക്കാം, നോ പ്രോബ്ലം. എലമെൻ്റ് എന്ന് കൊടുക്കാം, കൊടുക്കാം, F കൊടുക്കാം, അതൊന്നും നോ പ്രോബ്ലം. ഞാനിവിടെ ഇത്തിരി കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഷീറ്റ് ആണല്ലോ നമുക്കിവിടെ അറിയേണ്ടത്. അപ്പം നമ്മൾ ഷീറ്റ് എന്നടിച്ചു കൊടുക്കുക. നമുക്ക് എന്ത് പേര് നമുക്ക് യൂസ് ചെയ്യാം. അതൊരു വേരിയബിളാണ് ഷീറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഇതിൽ കൊടുക്കാം. ഇൻ വർക്ക് ബുക്ക്. ഇതാണ് ഒരു ഫോർ ലൂപ്പ്. അതായത് ഈ ഷീറ്റ് എന്ന് പറയുന്ന വേരിയബിളാണ്. അത് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാം. അപ്പം അത് ഈ വർക്ക് ബുക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തെല്ലാം ലോഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ഡേറ്റ ഡോട്ട് XLS. അത് അപ്പം 3 വർക്ക് ബുക്കും നമ്മൾ ഓൾറെഡി ഓപ്പൺ ചെയ്ത് നോക്കിയിരുന്നല്ലോ. അപ്പം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷീറ്റിലെ വർക്ക് ബുക്ക് നോക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പം നമുക്കിതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് അപ്പോൾ മനസ്സിലാക്കാം. ഷീറ്റ് ഡോട്ട് ടൈറ്റിൽ. അപ്പോൾ ഓരോരോ ഷീറ്റിൻ്റെയും പേര് വരും. ഷീറ്റ് ഡോട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ ഷീറ്റ്, അതായത് വർക്ക് ബുക്കിൽ എത്ര ഷീറ്റ് ഉണ്ടോ അത് ഓരോന്നായിട്ട് ഇതിവിടെ വന്നിങ്ങനെ
ട്രാൻസ്ഫർ ചെയ്യും. ഒന്നാമത്തെ ഷീറ്റ് ഇവിടെ വന്ന് ട്രാൻസ്ഫർ ചെയ്യും, പിന്നെയും ലൂപ്പ് ഓടുമ്പോൾ രണ്ടാമത്തെ ഷീറ്റ് ഇവിടെ വന്ന് കിടക്കും, അത് ലൂപ്പ് ഒന്നുകൂടി ഓടുമ്പോൾ മൂന്നാമത്തെ, അങ്ങനെ എത്ര ഷീറ്റ് ഉണ്ടോ ഈ വർക്ക് ബുക്കിൽ അത് മൊത്തവും ഒരു പ്ലേസ് ഹോൾഡർ ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് ആക്ച്വലി. ഓക്കെ, സോ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ കൺസോളിൽ എന്താണ് റിസൾട്ട് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം റൺ ചെയ്യിച്ച് നോക്കുക. കണ്ടോ, ഔട്ട്പുട്ട് വന്നിരിക്കുന്നുണ്ടോ? ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3. അതായത് ഈ വർക്ക് ബുക്കിൽ, ഡാറ്റ എന്ന് പറയുന്ന വർക്ക് ബുക്കിൽ നമുക്ക് 3 ഷീറ്റുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. നമുക്കിനി ഏത് വർക്ക് ഷീറ്റാണ് ഇപ്പം ആക്റ്റീവായിട്ടിരിക്കുന്നത് എന്നറിയാനായിട്ട് wb.active എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഷീറ്റാണോ ആക്റ്റീവായിട്ട് ഇരിക്കുന്നത് അത് നമുക്ക് അറിയാൻ പറ്റും. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഷീറ്റ് 2 ആണ് ആക്റ്റീവായിട്ട് ഇരിക്കുന്നതെന്നാണ് ഇത് പൈത്തൺ പറയുന്നത്. നമുക്ക് ഇതൊന്ന് നോക്കാം, ഏതാണ് ആക്റ്റീവായിട്ട് ഇരിക്കുന്നത്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഷീറ്റ് 2 തന്നെയാണ് ആക്റ്റീവായിട്ട് ഇരിക്കുന്നത്. കണ്ടോ, ഷീറ്റ് 2. അതുകൊണ്ടാണ് പൈത്തൺ ഇവിടെ പറയുന്നത് ഷീറ്റ് 2 ആണ് ആക്റ്റീവ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് എന്തൊക്കെ പഠിച്ചു എന്നാൽ, നമ്മൾ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് എത്ര ഷീറ്റുകൾ ഉണ്ട്, ഒരു വർക്ക് ബുക്കിൽ എത്ര ഷീറ്റിൽ അതിൻ്റെ ഒരു കൗണ്ട് അറിയാൻ പറ്റും. 1 2 3 എത്ര ഷീറ്റുകളുണ്ട് എന്നുള്ളത്. ഓക്കെ, പിന്നെ ആക്റ്റീവ് ഷീറ്റ് ഏതാണെന്നുള്ളതും ഞാനിവിടെ പറഞ്ഞു. ഓക്കെ, അപ്പം ഈ വീഡിയോയിൽ ഇത്ര മാത്രം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.